ശ്രീകുമാര ഗുരുദേവന്റെ 148ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന PRDS യുവജന സംഘം കിഴക്കൻ സോണലിന്റെ സന്ദേശ പ്രചരണ യാത്രയ്ക്ക് കട്ടപ്പനയിൽ സമാപനം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ 148ാമത് ജന്മദിനം ആദ്യരുടെ ദേശീയോത്സവമായി സഭ ആഘോഷിക്കുകയാണ്. ജന്മദിനത്തോടനുബന്ധിച്ച് PRDS യുവജന സംഘം കിഴക്കൻ സോണലിന്റെ നേതൃത്വത്തിൽ സന്ദേശ പ്രചരണ യാത്രയും സമ്മേളനവുമാണ് സംഘടിപ്പിച്ചത്. കല്ലാർ വിശുദ്ധ ആചാര്യ ഭവനത്തിൽ നിന്നും ആരംഭിച്ച സന്ദേശ പ്രചരണ യാത്ര തൂക്കുപാലം, തേർഡ് ക്യാമ്പ്, കൂട്ടാർ, കമ്പംമെട്ട്, വണ്ടൻമേട്, പുളിയന്മല തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രചരണം നടത്തി കട്ടപ്പനയിൽ സമാപിച്ചു. സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. വലിയ ഒരു പുത്തനാശയം ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ജാതിയും മതവും ഒന്നുമല്ല, അതിനപ്പുറമായി ഒരു ദൈവികമായ ഒരു ആധ്യാത്മികമായ ആ ഒരു പുനരുദ്ധാരണമാണ് നമുക്കുണ്ടാവേണ്ടത്, അല്ലെങ്കിൽ നവോത്ഥാനമാണ് നമുക്കുണ്ടാവേണ്ടത് എന്നുള്ള നിലയിൽ അത് സാമൂഹികമായി മാത്രമല്ല ആത്മീയമായും സാമൂഹികമായിട്ടുള്ള നവോത്ഥാനം മനുഷ്യന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നും എല്ലാ മനുഷ്യരും തുല്യരാണെന്നും അവർ എല്ലാം ഒരേപോലെയുള്ളവരാണ് എന്നും അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണുന്നതും അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിവേചനം തുടരുന്നതോ നടത്തുന്നതോ ഒരിക്കലും മാനുഷികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് യുവജന സംഘം വൈസ് പ്രസിഡന്റ് വിനോദ് മുതലപ്ര അധ്യക്ഷത വഹിച്ചു. PRDS ജനറൽ സെക്രട്ടറി TK അനീഷ്, മോബിൻ ജോണി, രജനി സാബു, സുരേഷ് കുമാർ മുണ്ടക്കയം, K രാജീവ്, രാജേഷ് പൊയ്ക, TS രവി, ജ്ഞാനേശ്വരി അനിൽകുമാർ, അജേഷ് മുട്ടപ്പള്ളി, TT സുബിൻ എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.